ഹായ് ഹലോ മലയാളം സീരിയൽ റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അങ്ങനെ പത്തരമാറ്റ എപ്പിസോഡിൽ ആദർശ് ഒന്നും തിരിയാതെ ഇങ്ങനെ ഉരുണ്ട കളിക്കുകയായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്നൊന്നും ആദർശിന് മനസ്സിലാവുന്നില്ല. ഹാളിൽ തകൃതിയായി നടക്കുന്നുണ്ട്. മേക്കപ്പും ഫേഷ്യലൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇതിനിടെ ആദർശ് മെല്ലനെ വന്ന് ഹാളിലേക്ക് വരികയും എന്താണെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഒന്നുമില്ല അമ്മ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആദർശിന് ആരാണ് നേന എന്നൊന്നും മനസ്സിലാവുന്നില്ല. നേനയുടെ അടുത്തേക്കാണ് ആദർശ് വന്നത്. പക്ഷെ ആരാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നുണ്ട്. ഇതിനിടെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടെ നിന്ന് നിന്നും തിരിഞ്ഞും കളിക്കാതെ പോയി ജോലി ആദർശ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആദർശ് നേനയോട് ഹെൽപ്പ് ചോദിക്കാനായിരുന്നു വന്നത്. അങ്ങനെ ഒടുവിൽ നവ്യയെ നേനയാണെന്ന് കരുതി നവ്യയെ മുട്ടി വിളിക്കാൻ പോകുമ്പോൾ നേന കണ്ട് നേന ഹലോ എന്ന് വിളിച്ച് ആദർശിനെ വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആദർശ് മെല്ലനെ നേനയുടെ അടുത്തേക്ക് പോയി സ്വകാര്യമായി എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത്, ഹെൽപ്പ് ചെയ്യൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. മോളെ പ്ലീസ് എന്നൊക്കെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞതാ എന്നൊക്കെ പറയുമ്പോൾ നേന എന്താണ് വിളിച്ചത്, ഒന്ന് ഹെൽപ്പ് ചെയ്തത്, ഒന്ന് ഒരു കാര്യം പറഞ്ഞതാ എന്നൊക്കെ ഹെൽപ്പ് ചെയ്യൂ എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വിളിച്ചത്, മോളെന്നോ എന്നൊക്കെ പറഞ്ഞ് നേന ആദർശിനെ ഒരുപാട് കളിയാക്കുകയും നേന ഒരുപാട് തവണ മോളെ എന്ന് ആദർശിനെ കൊണ്ട് വിളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ രസിക്കുന്നുണ്ടായിരുന്നു നേന. അങ്ങനെ നേനയോട് ആദർശ് പറയുകയാണ്, നീ ഇയർബഡ് വെച്ചിട്ട് ഞാൻ വിളിക്കാം, നീ അതിലെനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നാൽ മതി എന്നൊക്കെ പറയുകയും ജ്യൂസും ഫുഡും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നേന പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് പോയി ജോലി ചെയ്യുമെന്ന് മുത്തശ്ശി പറയുമ്പോൾ ആദർശമൊക്കെ പറഞ്ഞ് നേനയോട് ഹെൽപ്പും ചോദിച്ച് തിരിച്ച് കിച്ചണിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ തകൃതിയായി മുത്തശ്ശൻ ഉള്ളി വാട്ടുകയും അബി മുറിച്ചിട്ട് കൊടുക്കുകയും ബാക്കി രണ്ടുപേരൊക്കെ അവിടെ ജോലി ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദർശ് മെല്ലനെ നേനയെ വിളിക്കുകയും നേന ഓരോ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ മോളെ എന്ന് ഇടയ്ക്കിടെ വിളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല കോമഡി ആയിരുന്നു. അങ്ങനെ മോളെ എന്ന് വിളിച്ചാൽ മാത്രമേ പറഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞ് നേന കുറച്ച് ആദർശിനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അനിയൊക്കെ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, അബിയും ജോലി ചെയ്യുന്നുണ്ട്, എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദർശ് അവിടേക്ക് എത്തുകയും നേന പറഞ്ഞതും പോലെ തന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടി അബിയോട് പാലെടുക്കാൻ പറയുകയും ആപ്പിളും മാംഗോയും എടുക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എല്ലാം മിക്സ് ചെയ്തിട്ടാണോ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഒക്കെ കണ്ട് നോയിക്കോ എന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി ജ്യൂസൊക്കെ മിക്സിയിലിട്ട് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് അവർക്ക് കൊണ്ടു കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ആദർശ് ലേഡീസിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവർക്ക് ജ്യൂസ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ജയനും മുത്തശ്ശനൊക്കെ പറയുന്നുണ്ട്, ആദർശിനെ എന്തൊക്കെ അറിയാമെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ജ്യൂസ് കൊടുത്ത് നാനയുടെ അടുത്ത് എത്തുകയും നാനയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ടുന്നത് കൊണ്ട് നാന വായിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദർശ് വായിലേക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ജലജ ദേവയാനിയെ തോണ്ടി വിളിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് നാനയുടെ വായിൽ ജ്യൂസ് വെച്ച് കൊടുക്കുന്നത് കാണുകയും ദേവയാനിക്ക് നല്ല ദേഷ്യം പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്താ അവൾക്ക് കൈയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നാന അത് അവളുടെ കയ്യിൽ മൈലാഞ്ചി ആയതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജ്യൂസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, നല്ല അടിപൊളി ജ്യൂസാണ്, നാന ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. ബാക്കി ഒക്കെ ചേരുവകളൊക്കെ എങ്ങനെ ഉണ്ടാക്കണ്ടതെന്ന് പറഞ്ഞു തരണേ എന്നൊക്കെ പറഞ്ഞ് ആദർശ് അങ്ങനെ വീണ്ടും കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായി കിച്ചണിൽ പാചകം നടക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ ഇങ്ങനെ അനിയോട് ചുമ്മാ ഒന്നും അറിയില്ല, നിനക്ക് വേഗം പെട്ടെന്ന് പാത്രങ്ങളൊക്കെ കഴുകി വെക്ക് എന്ന് പറയുമ്പോൾ ആദർശേട്ടൻ എന്തറിയാം, ഏട്ടത്തെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ പാചകങ്ങളൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുമ്പോൾ ഇതിനിടെ റെഡിയായിക്കൊണ്ട് സ്ത്രീകളെല്ലാവരും നല്ല ടിപ്പ് ടോപ്പ് ലുക്കിൽ നല്ല ട്രെൻഡി ആയിട്ട് ഇറങ്ങി വരികയാണ്. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് കനകയും നവ്യയും നയനയും മുത്തശ്ശിയും പിന്നെ ജലജയും എല്ലാവരും നല്ല അടിപൊളി ലുക്കിൽ ഇറങ്ങി വരികയാണ്. അങ്ങനെ നല്ല ടിപ്പ് ടോപ്പ് ലുക്കിലിരിക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയുമ്പോൾ അനാമിക എടുത്തു തരാമെന്ന് പറയുമ്പോൾ വേണ്ട, മോളിവിടെ നിൽക്ക്, നീ പോയിട്ട് എടുക്കുക എന്ന് നയനയോട് പറഞ്ഞ് കൊണ്ട് നയന പറയുന്നു ഓക്കെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് നയന ഫോട്ടോ എടുത്തു കൊടുക്കുന്നത് വരെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നല്ല അടിപൊളി എപ്പിസോഡാണ്. എല്ലാവരും നിർബന്ധമായും കാണേണ്ട എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നത്തെ. കൂടുതൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം.